എനിക്ക് ഈ 2 മണിക്കൂർ ഒട്ടും ലാഗില്ല, പെട്ടെന്ന് പോയതുപോലെയാണ് ഫീൽ ചെയ്തത്. ഞാൻ 10-28 കിലോമീറ്റർ ജാക്കറ്റ് ഇട്ട് ഈ സിനിമ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇത് കൊള്ളാം. ഫസ്റ്റ് പാർട്ടിൻ്റെ അത്രയ്ക്കില്ല, ബട്ട് മൂവി ഈസ് ഗുഡ്. സീക്വലാണ്. കോബ്ര കൈ എന്ന് പറഞ്ഞാൽ ഒരു സീരീസിൻ്റെ കണക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഭയങ്കര പടമൊന്നുമില്ല, ഭയങ്കര ഫൈറ്റൊന്നുമില്ല, പക്ഷേ ഉള്ളതെല്ലാം നല്ല നൈസാണ്. നല്ല നമുക്ക് ആ ഒരു പഴയ ഓർമ്മ ഉണ്ടല്ലോ, അത് നമുക്ക് എന്തായാലും പുതുക്കാൻ പറ്റും. നമുക്കിപ്പോൾ എപ്പോഴും പഴയതായിരിക്കുമല്ലോ നമുക്ക് എപ്പോഴും സ്പെഷ്യൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇത് മറ്റേ തന്നെയാണ് ബെസ്റ്റ്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു നമുക്ക് ബോറോ ലാഗോ അങ്ങനെ ഒന്നുമില്ല, നല്ല എൻ്റർടൈൻ ആയിട്ട് ലാസ്റ്റ് വരെ കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. പഴയ ഒരു ജാക്കി ചാൻ നല്ല ഏജ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം പുള്ളിക്ക് ഓൾറെഡി 10-71 വയസ്സുണ്ട്. പക്ഷേ പുള്ളിയുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ആയാലും പുള്ളിയുടെ പഴയ സിനിമകളിലെ കോമഡിയൊക്കെ അതൊക്കെ വേറെ ലെവലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആക്ഷന് തീർച്ചയായിട്ടും പ്രാധാന്യമാണ്. ചില കിക്കുകളൊക്കെ ആയാലും ഒരു ഡ്രാഗൺ കിക്ക് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നു, അതൊക്കെ സൂപ്പറായിരുന്നു. ജാക്കി ചാൻ പുള്ളി ഒരു ലെജൻഡ് പോലെയാണ് അതിൽ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ പുള്ളിയുടെ ഭയങ്കര ഫൈറ്റൊന്നുമില്ല, പുള്ളി ഒരു ട്രെയിനർ പോലെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു പഴയ ഒരു ഓർമ്മ പുതുക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിതൊക്കെ കുട്ടിക്കാലത്ത് ടി വിയിൽ കണ്ടതൊക്കെയാണ് ഇതൊക്കെ. ജാക്കി ചാൻ്റെ സിനിമകളാണെങ്കിലും ഇതുവരെ ഞാൻ ജാക്കി ചാൻ്റെ ഒരു സിനിമ അങ്ങനെ തിയേറ്ററിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കൊള്ളായിരുന്നു. അതിൻ്റെ അത്രയ്ക്കില്ല, ബട്ട് ഇത് കൊള്ളാം. ഫസ്റ്റ് പാർട്ടിൻ്റെ അത്രയ്ക്കില്ല, ബട്ട് മൂവി ഈസ് ഗുഡ്. കൊള്ളമായിരുന്നു. കുറച്ച് സ്റ്റേജ് ഡ്രൈ ആക്ഷൻസ് കൊള്ളമായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ കുറവായിരുന്നു, സെക്കൻഡ് ഹാഫ് ഇറ്റ് വാസ് ഗുഡ്. കൊള്ളായിരുന്നു. സീക്വലാണ്. കോബ്ര കൈ എന്ന് പറഞ്ഞാൽ ഒരു സീരീസിൻ്റെ കണക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. നല്ല പടമായിരുന്നു. കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. മൊത്തത്തിൽ കൊള്ളായിരുന്നു. സിനിമാറ്റോഗ്രഫിയൊക്കെ നല്ലതായിരുന്നു. നല്ലതായിരുന്നു. കുറച്ചൊക്കെ നല്ലതായിരുന്നു. നല്ലതായിരുന്നു. നല്ല അടിപൊളി സിനിമയായിരുന്നു. പഴയ അതായത് നമ്മളിപ്പം നേരത്തെ കണ്ട കരാട്ടെ കിട്ടൊക്കെ ഉണ്ടല്ലോ ജാക്കി ചാൻ പഴയതുപോലെ തന്നെയാണ്. നല്ല കിടിലൻ ഫ്ലെക്സിബിൾ ബോഡി, ഒട്ടും ബോറടിച്ചില്ല, ഒരു ലാഗും എനിക്ക് ഫീൽ ചെയ്യില്ല. നല്ല ഫണ്ണായിട്ടുള്ള നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് മൂവിയായിരുന്നു. തുടർച്ചയായിട്ടില്ല, അതേപോലെ ഒരു സ്റ്റോറിയാണ് പറഞ്ഞത്. ഒരു പയ്യൻ്റെ ഒരു സിറ്റുവേഷനും. പക്ഷേ ഓൾറെഡി പയ്യൻ ഇവിടെയുള്ള ഒരു സ്റ്റുഡൻ്റാണ്, പുള്ളിയുടെ സ്റ്റുഡൻ്റാണ്. പിന്നെ വേറെ രാജ്യത്ത് ന്യൂയോർക്കിലോട്ട് വരുന്നു, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ. പഴയത് കമ്പയർ ചെയ്യുമ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഭയങ്കര പടമൊന്നുമില്ല, ഭയങ്കര ഫൈറ്റൊന്നുമില്ല, പക്ഷേ ഉള്ളതെല്ലാം നല്ല നൈസാണ്. നല്ല നമുക്ക് ആ ഒരു പഴയ ഓർമ്മ ഉണ്ടല്ലോ, അത് നമുക്ക് എന്തായാലും പുതുക്കാൻ പറ്റും. പഴയ ഒരു ജാക്കി ചാൻ നല്ല ഏജ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം പുള്ളിക്ക് ഓൾറെഡി 10-71 വയസ്സുണ്ട്. പക്ഷേ പുള്ളിയുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ആയാലും പുള്ളിയുടെ പഴയ സിനിമകളിലെ കോമഡിയൊക്കെ അതൊക്കെ വേറെ ലെവലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ആക്ഷന് തീർച്ചയായിട്ടും പ്രാധാന്യമാണ്. ചില കിക്കുകളൊക്കെ ആയാലും ഒരു ഡ്രാഗൺ കിക്ക് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നു, അതൊക്കെ സൂപ്പറായിരുന്നു. പടം കൊള്ളാം, നല്ല പടമാണ്. അതിൻ്റെ അത്രയും വരില്ല, പക്ഷേ ഇത് ഒരു ചെറിയ പടം, നമ്മളെ ഒരു സിമ്പിൾ ഫൈറ്റാണ്, പക്ഷേ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ജാക്കി ചാൻ്റെയൊക്കെ നല്ല ഫൈറ്റ് സീൻസൊക്കെ പുതിയ ആൾ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ആക്ഷൻ. നമുക്കിപ്പോൾ എപ്പോഴും പഴയതായിരിക്കുമല്ലോ നമുക്ക് എപ്പോഴും സ്പെഷ്യൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇത് മറ്റേ തന്നെയാണ് ബെസ്റ്റ്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു നമുക്ക് ബോറോ ലാഗോ അങ്ങനെ ഒന്നുമില്ല, നല്ല എൻ്റർടൈൻ ആയിട്ട് ലാസ്റ്റ് വരെ കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ സിമ്പിൾ ബേസിക് പ്ലോട്ട് മാത്രമേ അതേപോലെ ഉള്ളൂ, ബാക്കി എല്ലാം പുതിയത് തന്നെയാണ്. അങ്ങനെ കണ്ടിരിക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. ജാക്കി ചാൻ പുള്ളി ഒരു ലെജൻഡ് പോലെയാണ് അതിൽ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ പുള്ളിയുടെ ഭയങ്കര ഫൈറ്റൊന്നുമില്ല, പുള്ളി ഒരു ട്രെയിനർ പോലെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷനും മേക്കിങ്ങും ഒക്കെ ഒരു ബോറും ഫീൽ ചെയ്യില്ല. അങ്ങനെ മോശമായിട്ടുള്ള ഒരു സിനിമ വെച്ചാൽ എന്ത് പറയാൻ, എനിക്ക് ഓൾറൗണ്ടിൽ മൊത്തത്തിൽ സിനിമ ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ നമ്മളിതിൽ വേറെ ഹൈപ്പൊന്നും പ്രതീക്ഷിച്ച് വന്നതല്ല. ട്രെയിലർ കാണുമ്പോൾ തന്നെ ഒരു സിമ്പിൾ സിനിമയാണ്, നമുക്കത് ഫീൽ ചെയ്യും. ഉറപ്പായിട്ട് അങ്ങനെ ഫീൽ ചെയ്യൂ. പിന്നെ ആ ഒരു പഴയ ഒരു ഓർമ്മ പുതുക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിതൊക്കെ കുട്ടിക്കാലത്ത് ടി വിയിൽ കണ്ടതൊക്കെയാണ് ഇതൊക്കെ. ജാക്കി ചാൻ്റെ സിനിമകളാണെങ്കിലും ഇതുവരെ ഞാൻ ജാക്കി ചാൻ്റെ ഒരു സിനിമ അങ്ങനെ തിയേറ്ററിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കൊള്ളായിരുന്നു. ജാക്കി ചാൻ അങ്ങനെ ഫൈറ്റില്ല. ജാക്കി ചാൻ അതിൽ ടീച്ചിങ് ആണ് ചെയ്യണത്. പക്ഷേ പുള്ളി ആ ട്രെയിനിങ്ങിനിടയിൽ കാണിക്കുന്ന കുറച്ച് ഫൈറ്റ് സീക്വൻസും പുള്ളിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ആ ഒരു ഫ്ലെക്സിബിലിറ്റി ആണെങ്കിലും ആ ഒരു ഫൈറ്റിനിടയിൽ ജാക്കി ചാൻ പഴയ സിനിമ ഉണ്ടാകുമ്പോൾ മനസ്സിലാവും. പുള്ളിയുടെ പഴയ സിനിമയിൽ ഫൈറ്റിൻ്റെ ഇടയിൽ തന്നെ പുള്ളിക്ക് ചെറിയ കോമഡി സീക്വൻസ് ഒക്കെ അതിൽ വരും. ആ ഒരു ലെവലൊക്കെ ഇതിൽ അത്യാവശ്യമുണ്ട്. പിന്നെ ഇതിൽ ഈ പയ്യനൊരു കാമുകിയല്ല, അവസാന ഗേൾ ഫ്രണ്ട് പോലെ ആവണേക്ക. പക്ഷെ അതൊക്കെ നൈസായിരുന്നു. എനിക്ക് ഈ 2 മണിക്കൂർ ഒട്ടും ലാഗില്ല, പെട്ടെന്ന് പോയതുപോലെയാണ് ഫീൽ ചെയ്തത്. ഞാൻ 10-28 കിലോമീറ്റർ ജാക്കറ്റ് ഇട്ട് ഈ സിനിമ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാൻ, ഈ തിയേറ്റർ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഓൾറെഡി ഈ ഓഡിയൻസ് റെസ്പോൺസ് അത്രത്തോളം വരണം. എന്തായാലും മഴ ആയതുകൊണ്ട് തന്നെ ഓഡിയൻസ് വളരെ കുറവായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഈ സിനിമ കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. എനിക്ക് അവരോട് ഒരു കുഴപ്പവും ഫീൽ ചെയ്തില്ല. പഴയ ഒരു മെമ്മറി പുതുക്കിയതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ പഴയ സിനിമ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ പുള്ളി പറഞ്ഞ പോലെ പഴയത് തന്നെ ആയിരിക്കും എപ്പോഴും ബെസ്റ്റ്. പക്ഷേ എനിക്ക് അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അതിനെക്കാട്ടി താഴ്ന്ന ഒരു ഫിലിമായിട്ട് എനിക്ക് അങ്ങനെ ഒട്ടും ഫീൽ ചെയ്യണില്ല. കംപ്ലീറ്റ്ലി ഒരു നല്ലൊരു സിനിമയായിരുന്നു.